ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ശാലു കുട്ടാപ്പി വേൾഡിലേക്ക് നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താന്നല്ലേ, രാവിലെ ഞാൻ ഒരു ചാർട്ട് പേപ്പർ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അത് കൈ പിടിച്ചതിൻ്റെ കളറാണിത്, പോയിട്ടില്ല. അപ്പോൾ നമ്മൾ പറയാൻ വന്നത്, നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഫെബ്രുവരി 13, നാളെ ഫെബ്രുവരി 14 വാലൻറ്റൈൻസ് ഡേ. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ദിവസം സ്പെഷ്യൽ ഡേ ആണ്, എന്നെയും കുട്ടേട്ടനെയും. അപ്പോൾ ഞങ്ങൾ ആ ദിവസങ്ങളിൽ ഒരുപാട് അങ്ങോട്ട് ആഘോഷങ്ങളോ അങ്ങനെ കാര്യങ്ങളൊന്നും കണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങളെ കൂട്ടി ഇണക്കിപ്പിച്ച ആ ഒരു ഡേ ആയതുകൊണ്ടിട്ടും, അപ്പോൾ കേൾക്കുമ്പം പലരും ഇപ്പോൾ കേൾക്കുന്നുണ്ടാവും, അതൊക്കെ പോയി പടി നോക്കാം. ഇനിയിപ്പോൾ ആരറിഞ്ഞാൽ എന്താ, അറിഞ്ഞില്ലല്ലോ, എൻ്റെ ഹസ്ബൻഡ് ഇപ്പം എൻ്റെ കൂടെ അത്ര. അപ്പോൾ ആ ഒരു ഡേ ആയതുകൊണ്ട് ഞങ്ങൾ ആ ദിവസം എന്തെങ്കിലും ഒരു മിഠായി എങ്കിലും നൽകാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ കുട്ടിയേട്ടനൊരു ഗ്രീറ്റിംഗ് കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ചോക്ലേറ്റും ഇന്നത്തെ പോലെ തന്നെ ചോക്ലേറ്റും ഞാൻ കൊടുത്തു. അപ്പോൾ അതുപോലെ തന്നെ ഈ വാലൻറ്റൈൻസ് ഡേക്കും അങ്ങനൊരു ഗ്രീറ്റിംഗ് കാർഡ് കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഗ്രീറ്റിംഗ് കാർഡ് മേടിക്കാൻ എൻ്റെ പൈസയില്ല. അപ്പോൾ ഞാൻ ഓർത്തു, എന്നാൽ ഒരു ഗ്രീറ്റിംഗ് കാർഡ് ക്രിയേറ്റ് ചെയ്താലോ എന്നോർത്ത്. അതിന് ചാർട്ട് പേപ്പർ മേടിക്കാൻ പോയതിൻ്റെയാണ് ഈ കളർ. അപ്പോൾ ഞാനൊരു കളറിൽ വയലറ്റ് കളറിലെ ഞാനൊരു ഗ്രീറ്റിംഗ് കാർഡ് മേടിച്ച്, ചാർട്ട് പേപ്പർ മേടിച്ചു. അത് ഞാൻ ക്രിയേറ്റ് ചെയ്ത് എൻ്റെ ഒരു ഐഡിയയിൽ ഞാനതൊരു ഗ്രീറ്റിംഗ് കാർഡ് പോലെ ചെയ്യണം. അപ്പോൾ ആ ഒരു വീഡിയോയോട് കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് രാത്രി 12 മണിക്കായിരിക്കും ഞാൻ കുട്ടനത് കൊടുക്കാൻ പോകുന്നത്. എല്ലാ പ്രാവശ്യവും അങ്ങനെയാണ്. ഞാൻ കഴിഞ്ഞ ഇയറിലും ഞാൻ കുട്ടിയേട്ടന് ഗ്രീറ്റിംഗ് കാർഡ് മേടിച്ചാണ് കൊടുത്തത്. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത കാർഡ് അതിൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. അപ്പോൾ ഈ കാർഡ് നമുക്ക് ഉണ്ടാക്കണത്, എൻ്റെ ഐഡിയയിൽ ഉണ്ടാക്കണത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത് കുട്ടിയേട്ടന് സർപ്രൈസായിട്ട് കൊടുക്കുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം. അപ്പോൾ നമുക്കങ്ങനെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ വാലൻറ്റൈൻസ് ഡേക്ക് ഞാൻ കുട്ടിയേട്ടന് കൊടുത്തൊരു കാർഡായിരുന്നേ. അന്ന് എൻ്റെ പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു കാർഡ് മേടിച്ചു. ആ കാർഡാണിത്. പൊന്നു വന്നെടുക്കല്ലേ, കാണാൻ പറ്റുന്നുണ്ടോ? ഇത് കുറേ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളുടെ സീക്രട്ട്. അപ്പോൾ കരിമ്പൻകാട്ടി ആന കയറിയ പോലെ ചെറുക്കൻ പിടിച്ചോ, പെന പിടിച്ചു. അപ്പം ഇതായിരുന്നു ആ കാർഡ്. അപ്പോൾ ഈ പ്രാവശ്യം എൻ്റെ കയ്യിൽ പൈസ ഇല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമ്മൾ ജോലിക്കൊക്കെ പോകാനുള്ള വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികളുടെ കാശ് വയ്ക്കുമ്പോഴത്തേനും കുട്ടിയേട്ടൻ വിചാരിക്കില്ലേ, എന്തിനായിട്ട് കാശുണ്ടായിട്ട് പറയേണ്ടി വരുന്നു. അപ്പോൾ അവർ സർപ്രൈസ് പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഇങ്ങനൊരു ക്രിയേറ്റ് ചെയ്താലോ എന്നിട്ട് ഇങ്ങനെയാണ് ഞാൻ കാർഡ് ഉണ്ടാക്കുന്നത്. രാത്രി 12 മണിക്ക് കൊടുക്കണം, ഉണ്ടാക്കട്ടെ. ചെറുക്കൻ വന്നു കഴിഞ്ഞാൽ നടക്കത്തില്ല. കാർത്തി വന്നു കഴിഞ്ഞാൽ അവൻ അലമ്പും. അവൻ സർപ്രൈസ് കൊടുക്കും. അവൻ എനിക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ അവൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുന്നത്. അവന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ സംഭവം ഒന്നുമില്ല, അവൻ പൊളിച്ചു പോയി. അപ്പനോട് പറഞ്ഞു കൊടുക്കുക. അതാണ്. അപ്പം നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എനിക്ക് വീഡിയോ ഫുള്ളായിട്ട് എനിക്ക് ചമ്പം പടിഞ്ഞിരിക്കുന്ന പാടാം. അപ്പം സാധനമൊക്കെ തെറിച്ച് വീഴുന്നു. എന്തുവാ? അപ്പം ഞാൻ വീഡിയോ എനിക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല.
എടുക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ കോളും വന്ന് അപ്പോൾ അങ്ങനെ ഇതായിപ്പോൾ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇങ്ങനെയാണ് ഞാൻ കാർഡ് ഉണ്ടാക്കാൻ നോക്കുന്നത്. ഇങ്ങനെ ഓപ്പൺ. ഓക്കെ, പൊന്നോ എന്നടാ നീ എവിടെയാണ് കയറിപ്പോയി? എല്ലാവരും ഹായ് പറഞ്ഞു. നമ്മൾ കരയാണ് പോലെ ഈ പാട്ട് കേട്ട നമ്മുടെ അല്ലൂട്ടിന് ഡാൻസ് കളിക്കണം. ഇങ്ങനെ കളിക്കണേ. ചക്കരമാവിന്റെ കമ്പത്തിരിക്കണം അമ്പഴം പോലൊരു മണപ്പെണ്ണ്. അപ്പം കുഴപ്പമില്ലല്ലോ അല്ലേ? നമുക്ക് ഇത് ഡെക്കറേഷൻ ചെയ്യാം. അപ്പോൾ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മേടിച്ചിരിക്കുന്നത് ഒരു സ്മൈലിൻ്റെ ഇത് സംഭവം, ഒരു സ്റ്റാറിന് ഒരു 10 രൂപയുള്ളൂ കേട്ടോ. നല്ലതായിട്ട് കൊള്ളാം സംഭവം. ഇത് 2 ഞാൻ മേടിച്ചു. പക്ഷെ എൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ കയ്യിൽ അങ്ങനെ ഒരുപാട് പൈസയൊന്നുമില്ല. വളരെ ചില്ലറ കുഞ്ഞു കുഞ്ഞു പൈസകളൊക്കെ എൻ്റെ കയ്യിൽ ഇരിക്കും. അത് കിട്ടണം എങ്ങനെയാണെന്ന് അറിയും. ആ പൈസ കിട്ടണം എങ്ങനെയാണെന്നറിയോ? കുഞ്ഞുകുട്ടികളോടിയാണ് ഞാൻ അലക്കാൻ കൊണ്ടുപോകുമ്പോൾ കുട്ടികളുടെ പോക്കറ്റിൽ നിന്ന് 10, 20 ഒക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു നോട്ട്സൊക്കെ കിട്ടും. അതൊക്കെ ഞാൻ സ്വരുക്കൂട്ടി കൂട്ടി ചില്ലറകളൊക്കെ കിട്ടും. അപ്പോൾ 5 രൂപ തുട്ടൊക്കെ കിട്ടും ചിലപ്പോൾ. ആ കവറിൻ്റെ ചാർട്ട് പേപ്പറിൻ്റെ കളർ എൻ്റെ കയ്യിൽ ഗൈസ് 2 കയ്യിലുണ്ടോ? പുതിയ 2 കയ്യിലും ഉണ്ട്. അവിടെ അങ്ങനെ കിട്ടും. അങ്ങനെ സ്വരുക്കൂട്ടി വെച്ച് കുറച്ച് പൈസ ചില്ലറ പൈസകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കാർഡ് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. അപ്പം എങ്ങനെ ഓപ്പൺ ചെയ്യാം? ഓക്കെ, ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇതിനകത്ത് എഴുതാം. ഇവിടെ നമുക്ക് എന്തെങ്കിലും വാലന്റൈൻസ് ഡേന്നോ അത് സംഭവം എഴുതി കേൾക്കാം. തുറക്കുമ്പോൾ തന്നെ ഒരു ഫോട്ടോസ്. ഇതിനകത്ത് ഞാനൊരു ഫോട്ടോ വയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് എൻ്റെയും കുട്ടിയേട്ടൻ്റെ ഒരു ഫോട്ടോ. ഇത് ഞങ്ങൾ പേഴ്സിൽ നമ്മളിങ്ങനെ ഫോട്ടോസൊക്കെ വെക്കില്ലേ, അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്തതാണ് കേട്ടോ. എന്നിട്ട് 4 പ്രിൻ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം എൻ്റെ പേഴ്സിനകത്ത്, ഒരെണ്ണം കുട്ടിയേട്ടൻ്റെ പേഴ്സിലുണ്ട്. വേറെ ബാക്കി 2 കോപ്പിയും കൂടി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ഒട്ടിക്കണ കാര്യം പറഞ്ഞപ്പോഴാണ് ഒട്ടിക്കാൻ നോക്കിയപ്പോഴത്തേനും ഇത് കിട്ടിയില്ല. പശ കിട്ടിയില്ല. അപ്പം ഞാൻ ഓർത്തു ഇങ്ങനെ വെച്ചാലോ എന്ന് ഓർത്തു. ഇങ്ങനെ വെച്ചിട്ട് സ്റ്റാപ്ലെയർ ചെയ്ത് വെക്കാം. പൊന്നോ തലയും കുത്തി താഴെ കിടന്നേനെ. ഇവിടെ ഇരിക്കും. എവിടേക്കാ പോണേ? സ്റ്റാപ്ലെയർ ചെയ്ത് വെക്കാന്ന് വെച്ചു. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ സ്റ്റാപ്ലെയർ ചെയ്താം. ഓക്കെ ഗൈസ്, സ്റ്റാപ്ലെയർ ആയിട്ടുണ്ട്. ഇനി ഫ്രണ്ടിൽ നമുക്ക് ഡെക്കറേഷൻ. ഓക്കെ, അവിടെ കുറച്ച് ലെറ്റർ നമുക്ക് എഴുതാം. ഇതിനകത്തും എഴുതാം. അതിൻ്റെ ഉള്ളിലുള്ളതല്ലേ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. അത് ഞാൻ അതിനൊക്കെ ഡെക്കറേഷൻ കൂടെ ചെയ്ത് വയ്ക്കാം. അതിനാണ് കുഞ്ഞിക്കാട കേട്ടോ, വലിയ ആഡംബരമൊന്നുമില്ല. മാർക്കർ എടുത്തൊന്നും തെളിയുന്നില്ല. കാണുന്നു. പാട്ട് പഠിക്കേ കണ്ണ, പാട്ട് പഠിക്കേ. രഞ്ജിയ, എൻ്റെ കയ്യിൽ സ്കെച്ച് പേനൊന്നും ഇരിപ്പില്ല. ഇവിടെ കാർത്തിക്ക് ഉള്ള ക്രയോൺസാണ്. അപ്പോൾ ക്രയോൺ കൊണ്ട് എഴുതിയാൽ കൊള്ളില്ല. സ്കെച്ച് പെൻ അവിടെ ചേച്ചിൻ്റെ മുകളിൽ കാണും. അപ്പോൾ നമുക്ക് അവളോട് ചോദിച്ചിട്ട് നമുക്ക് അവിടെ എഴുതാം. ഓക്കെ, അടുത്ത വീഡിയോ നമുക്ക് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ കാർഡ് ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല. പക്ഷെ ഞാൻ അകത്ത് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോട്ടോസൊക്കെ ഒട്ടിച്ചിട്ട് ഒരു ലെറ്റർ കയറി ഞാൻ വായിച്ച് കേൾപ്പിക്കാവേ. അപ്പം ഞാൻ അതിനകത്ത് ഇങ്ങനെ കളർ ചെയ്തുകൊണ്ടിരിക്കും.
എൻ്റെ ഒരു ഐഡിയയും ഡെക്കറേഷനും ഒക്കെയാണേ. അത് എത്രമാത്രം നന്നാവും എന്നൊന്നും എനിക്കറിയത്തില്ല. എങ്കിലും നോക്കാം, ഒരു രസം. ഇതൊക്കെയല്ലേ നമുക്കുള്ള സന്തോഷം. ഈ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പരാതികളും പ്രശ്നങ്ങളും ഒക്കെ പോകുന്നിടയ്ക്ക് ഇതൊക്കെ ഒരു തരം നമ്മുടെ സന്തോഷം. ഇത്രേ ഉള്ളൂ, ഇത്ര ഞാൻ ഇതിൽ കാണുന്നുള്ളൂ. എന്നുവെച്ചാൽ കുട്ടിയേട്ടനൊരു കൊടുക്കുമ്പോൾ കുട്ടിയേട്ടന് ഭയങ്കര സന്തോഷമായിരിക്കും, ഉറപ്പാണ്. ആ ഒരു സന്തോഷം കാണാനാണ്. കഴിഞ്ഞ വർഷവും ഇതുപോലെ ഞാൻ കാർഡും ചോക്ലേറ്റും ആണ് കൊടുത്തത്. നമുക്കൊരു ചോക്ലേറ്റ് മേടിക്കണം. അത് നമുക്ക് കാർത്തിനെ വിളിക്കാൻ പോകുമ്പോൾ നമുക്ക് കടയിൽ നിന്ന് ചോക്ലേറ്റ് മേടിക്കാം. നമുക്കിത് ഫുള്ള് ഞാനിത് ഇങ്ങനെ എടുത്ത് കാണിച്ചു തരാം. അത് ഫിനിഷ് ആകുമ്പോഴത്തേനും നിങ്ങൾക്കത് മനസ്സിലാവും. അത് ഫിനിഷായിക്കൊണ്ടിരിക്കണല്ലേ ഉള്ളൂ. നമുക്ക് ഫിനിഷ് ആക്കട്ടെ. അപ്പം നമുക്കിത് ഫിനിഷ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എനിക്ക് വീഡിയോ എടുത്തുകൊണ്ട് ചെയ്യാനേ ഒരു ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ശ്രദ്ധ പോകുന്നു. അപ്പം നമുക്കിത് നന്നായിട്ട് ചെയ്താലല്ലേ നമുക്കത് കാണുമ്പോൾ രസം ഉണ്ടാവുള്ളൂ. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ. ഇപ്പം കാർത്തിനെ വിളിക്കാൻ ഞാനാണിപ്പോൾ പോവാറ്. അങ്ങനെ കാർത്തിനെ വിളിച്ചിട്ട് ഞാൻ വരുവാണ്. പല്ലില്ലാത്ത പൂപ്പൻ. അപ്പോൾ കാത്തൂനെയും വിളിച്ചുകൊണ്ട് വരുവാണ്. ഞാനേ ചെക്കനെ നിന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല. ഇനിയിപ്പോൾ അവന് വേണമെന്ന് പറയും. ഞാനൊരു ഡയറി മിൽക്ക് മേടിച്ചിട്ടുണ്ട്, കുട്ടേട്ടൻ്റെ ഗ്രീറ്റിംഗ് കാർഡിൽ വയ്ക്കാൻ കിട്ടിയിട്ട്. അതേ ഗൈസ്, ചെക്കൻ നല്ല സീനാണ്. ചിലപ്പോൾ വേണമെന്ന് പറയും. ഞാൻ എന്ത് ചെയ്യാൻ? അങ്ങനെ പിന്നെ നോക്കുന്നുണ്ട്, തിരിഞ്ഞ് എവിടെയോ മിഠായിൻ്റെ ഒരു ശബ്ദം കേട്ട്. ഇത്ര സീക്രട്ടായിട്ടല്ലേ ചെക്ക അലമ്പ് ഇവനോട് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞ് ഇവൻ എനിക്കത്തൊന്നുമില്ല. ഇവൻ ഞാൻ കുട്ടിയേട്ടനോട് പറഞ്ഞു കളയും. അതുകൊണ്ടാണ് ഈ കുഴപ്പമൊന്നും. പിന്നല്ലേ പിള്ളേരുടെ മനസ്സിൽ കള്ളമില്ല എന്നല്ലേ പറയാം. അപ്പം നമ്മൾ ഗ്രീറ്റിംഗ് കാർഡ് ഓൾറെഡി ഇപ്പം ഞാനൊരു ഫുൾ ഫ്രണ്ടിലേക്ക് ഞാൻ ചെയ്തില്ല. ബാക്കി ഉള്ളിലത്തൊക്കെ എല്ലാം എഴുതി ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ഫുൾ ചെയ്തിട്ട് ഞാൻ കാണിച്ചു. സഹായിക്കാൻ പറയുമ്പോൾ അയാളുടെ പണം 4 ലക്ഷം. ആരുടെ പണം? അത് ഇന്ത്യ കൂടെ പണം ഉണ്ടാക്കുന്നില്ലേ? ഇപ്പോഴും അവരുടെ അനിയത്തിക്ക് അറിയാനും ആർക്കും കൊടുക്കുന്നുണ്ടല്ലോ. കുറച്ച് നിന്റെ കുടുംബത്തിലേക്ക് തന്നാലില്ല. നീ അവരോട് പറയും. അവൻ പറയുന്നത് നിനക്ക് തലയാട്ടിക്കൊണ്ട് ഇതാ എനിക്ക് ഇതൊക്കെ വേറെ മേടിച്ചു ഇത് വെച്ചോ. നിനക്ക് നഷ്ടമാണ് പോലും. പൊക്കമ്മച്ചി ബാത്റൂമിൽ നിന്ന് കുളിപ്പിച്ചപ്പോ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാ നിന്നപ്പോഴേ ഇല്ലേ ഇപ്പൊ കസേരയൊക്കെ ഇളക്കി താഴെടല്ലോ എപ്പോഴത്തെ പണി. കുഞ്ഞാപ്പൂ നോക്കിക്കേ വേണ. ഹലോ, ഹാപ്പി വാലന്റൈൻസ് ഡേ. ഒന്നുമില്ല.
എപ്പിടാ പറിച്ചു കളയല്ലേ. അപ്പോൾ നമ്മുടെ ഒരു വാലന്റൈൻസ് ഡേയും കൂടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഹാപ്പി വാലന്റൈൻസ് ഡേ. താങ്കൾക്കുള്ള ഗിഫ്റ്റ് ഓപ്പൺ ദ ഡോർ. തുറ. കുഞ്ഞാപ്പിന്റെ ഡ്രസ്സിന്റെ അവിടെ മാത്രം തുറന്നാ മതി. അയ്യോ നശിപ്പിച്ച് പൊട്ടിച്ച്. ഇരിച്ച് കാണാൻ പറ്റുന്നുണ്ടോ? ലൈറ്റ് ഇട്ടാലോ? ലൈറ്റ് ഇടുന്നു. പെട്ടെന്ന് നമുക്ക് ഓഫാക്കാം. ലൈറ്റ് ഇടും. പെട്ടെന്ന് ഓഫാക്കാം. ഓപ്പൺ കേട്ടോ. സാറേ ഓപ്പൺ ചെയ്യ് സാറേ. എപ്പിടാ മുടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ഉച്ചത്തി വായിക്കും. രസം ഉണ്ടെന്നത് വായിക്കും. I promise to never let you feel alone in this world. I love you. കുട്ടേട്ടാ, എൻ്റെ വാലന്റൈൻസ് ഡേ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എത്രമാത്രം നമുക്കുണ്ട് എന്ന് കുട്ടേട്ടനറിയാലോ. ഓരോ വർഷം കടന്നു പോകുമ്പോൾ ഈ ദിവസം നമ്മൾ ചെറിയ തോതിൽ ആഘോഷിക്കാറുണ്ട്. ഈ ആഘോഷവും ചെറിയ കാർഡിൽ ഞാൻ തീർക്കുന്ന കാരണം കയ്യിൽ ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്ന ഒരാളെ എനിക്ക് തന്നതിന്. നല്ലൊരു ഫ്രണ്ടിൽ തുടങ്ങി ലവറായി, പിന്നെ ഹസ്ബൻഡായി, എൻ്റെ പിള്ളേരുടെ അച്ഛനായി. എന്നെ എനിക്ക് കൂട്ടുവേണം ലൈഫ് ലോങ് വരെ. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അന്ന് എൻ്റെ കുട്ടേട്ടൻ എൻ്റെ ആയി ജനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്രയേറെ ഞാൻ എൻ്റെ കുട്ടേട്ടനെ സ്നേഹിക്കുന്നു. ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ഒന്നിലും തളർന്നു പോകാതെ എന്നെ എപ്പോഴും ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ. അപ്പം ആ കുട്ടേട്ടന് വേണ്ടി ഞാൻ എത്രയെങ്കിലും ചെയ്യണ്ടേ. യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്, ബെസ്റ്റ് സൺ, ലവറും ബെസ്റ്റ് ഡാഡ്, ഹോഴ്സും, ബെസ്റ്റ് പെർഫെക്റ്റ്, ബെസ്റ്റ് ഹസ്ബൻഡ്. രാവിലെ കൊച്ചിന് പ്രോജക്റ്റ് ഉണ്ടെങ്കിലും പറഞ്ഞിട്ട് കാർഡ് മേടിച്ച് ഇതാണ് എൻ്റെ പ്രോജക്റ്റ്. ഇതാണ് എൻ്റെ പ്രോജക്റ്റ്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. Love you too. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പൊ ഗൈസ്, നമ്മുടെ കുട്ടികൾക്ക് ഞാൻ കാർഡ് കൊടുത്തു. ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു. സർപ്രൈസ് അതായിരുന്നു നമുക്ക് വേണ്ടത്. അപ്പൊ ഞാൻ ഇതിന്റെ കാർഡിന്റെ വീഡിയോ ഞാനത് ഇട്ടിട്ടാൻ അതിന് മുമ്പ് എങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോ നിങ്ങളിൽ കാണും. അല്ലെങ്കിൽ ഫുള്ളായിട്ടുള്ളൊക്കെ ഇതിന് ഫുള്ളായിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിലൊരു ഫോട്ടോ ഒക്കെ അതൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ആ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കല്ലേ ഞാൻ പറഞ്ഞു. ഡേറിയിലേക്ക് പൊട്ടിച്ചില്ലേ അത്
എൻ്റെ ഗിഫ്റ്റ് ഇതാ, എനിക്കുള്ള ഗിഫ്റ്റ് ഇതാ. എനിക്കുള്ള ഗിഫ്റ്റ് എടുത്തോണ്ട് ചേട്ടൻ മന്ത്രം അടിച്ച് അത് മതി. ഓർമ്മ ഇവിടെ, ഓർമ്മ അവിടെ. എനിക്കുള്ള ഗിഫ്റ്റൊന്നും നോക്കാത്ത എന്നിട്ട് അടുക്കളയിലേക്ക് നമ്മൾ പോയേക്കണത്. നല്ല തേങ്ങ എങ്ങനെ എടുത്തോണ്ട് പോരാ. ഇതിന്റെ വീഡിയോ വിളിക്കൂല്ലേ? അതേ കണ്ടിട്ടുള്ളൂ. താങ്ക് യു. സ്പൂൺ എടുക്കണ്ടോ? സ്പൂൺ വേണ്ടേ? സ്പൂണിലാണെങ്കിൽ ഐസ്ക്രീം കഴിക്കും. അപ്പൊ ഞങ്ങളുടെ ആയിരിക്കും പാതിരാത്രി 12 മണിക്ക് വാലന്റൈൻസ് ഡേ ഐസ്ക്രീം കഴിച്ച് ആഘോഷിക്കും. ആരെങ്കിലും പിള്ളേരെ ഞാനൊരു ആളെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കാർത്തിയൊക്കെ കിടന്ന് ബഹളം വരും, ഞങ്ങൾക്ക് ഐസ്ക്രീം തന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അയ്യോ ഒരുപാട് ഹാപ്പി. കുട്ടി ഐസ്ക്രീം അല്ലേ? ഇപ്പൊ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും ചെറുത്. ഞാൻ ഇതിന്റെ മീഡിയം വലുപ്പം കണ്ടിട്ടുള്ളൂ, ഇത്ര ചെറുത് ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ടാ. ഡെയിറി മിൽക്കും കൂടെ പൊട്ടിച്ച് കഴിക്കും. അത് കൂട്ടുകാരനെ കൊണ്ട് ഞാൻ പൊട്ടിക്കാം. ഒന്ന് സ്പൂൺ എടുക്കാൻ പോയാളൊക്കെ എനിക്കുള്ള ഗിഫ്റ്റ് തരാൻ പറഞ്ഞപ്പോൾ ഇതിന് അടുക്കള ചെയ്തപ്പോൾ ഞാൻ അത്ര തേങ്ങ എടുക്കാൻ പോയത്. സൂപ്പർ ഐസ്ക്രീമിനകത്ത് ഡയറി മിൽക്ക് ഇട്ട് വെച്ചേക്കണേ, പൊളി ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വാലന്റൈൻസ് ഡേ വ്ലോഗ് ഇവിടെ തീരുകയാണ്. അപ്പം ഇന്നും പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പി വാലന്റൈൻസ് ഡേ. കേട്ടോ? എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സോറി ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടു കാണുമല്ലോ, ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ കാർഡ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ചോക്ലേറ്റ്, ഞാൻ ഇവിടെ ഇങ്ങനെ ചോക്ലേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചു, നമ്മൾ കണ്ടുല്ലോ. ഇതിന് ഊരിയെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ കണക്കാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് കാർഡിനെ വെച്ച് കൊടുത്തത്. എൻ്റെ ഫ്രണ്ട് വിശേഷം നമ്മൾ കട്ട് ചെയ്തിട്ട് ഞാൻ എനിക്ക് കാണിക്കാൻ പറ്റില്ല എടുത്തത്. കട്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. പിക്ചറൊക്കെ വരച്ചിട്ടുണ്ട്. ഹാപ്പി വാലന്റൈൻസ് ഡേ ഉണ്ട്. മൈ വേൾഡ് എന്നൊക്കെ കൊടുത്ത് ഫോട്ടോ ഇതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ പ്രോമിസ് ടു നെവർ ലെറ്റ് യു ഫീൽ എലോൺ ഇൻ ദിസ് വേൾഡ്, ഐ ലവ് യു. എന്താ വെച്ചാൽ ഞാൻ കുട്ടിയേട്ടന് ഞാൻ പ്രോമിസ് ചെയ്യുന്നു, ഒരിക്കലും കുട്ടിയേട്ടനെ ഞാൻ ഒറ്റയ്ക്കാക്കില്ല എന്ന്. ഐ ലവ് യു. പിന്നെ ഇതിനകത്ത് കുറച്ച് കുറിപ്പുകളും ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കേട്ട് കാണുമെന്ന് എനിക്കറിയില്ല. ഇവരുടെ പറഞ്ഞ് വായിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഞാനൊരു ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നില്ല, കാരണം ഇതിൻ്റെ കുട്ടിയായിട്ട് കണ്ടിട്ടുള്ളതാണ്. ഞാനിത് വായിച്ച് കേൾപ്പിക്കാമെന്നാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ.